ഹായ്, ഇന്ന് നമ്മൾ നാട്ടിൽ പോവാണ് കേട്ടോ. അപ്പോൾ ഞാനുള്ളത് ദുബായ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് കേട്ടോ. നമ്മളിന്ന് ആനുവൽ ലീവിന് വേണ്ടിയിട്ട് നാട്ടിൽ പോവാണ്. അപ്പോൾ വളരെ എക്സൈറ്റഡ് ആണ് നാട്ടിൽ പോകാൻ വേണ്ടിയിട്ട്. റുവ ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടിയിട്ട് നല്ല എക്സൈറ്റഡ് ആണ് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ വെയിറ്റിംഗ് ഏരിയയിൽ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ വെയിറ്റിംഗ് ടൈമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടി പോകാൻ കേട്ടോ. അപ്പോൾ റുവാക്ക് ഫ്ലൈറ്റ് കാണിച്ചു കൊടുക്കാൻ കേട്ടോ. നമ്മളിപ്രാവശ്യം എമിറേറ്റ്സിലാണ് കേട്ടോ പോകുന്നത്. ആദ്യമായിട്ടാണ് നമ്മൾ എമിറേറ്റ്സിൽ പോകുന്നത്. അപ്പോൾ ഞാനും കുറച്ച് എക്സൈറ്റഡ് ആണ് എമിറേറ്റ്സിൽ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നമ്മൾ എമിറേറ്റ്സിൽ കയറാൻ വേണ്ടി പോകാൻ കേട്ടോ. രാത്രി ഒരു 10:30 കേട്ടോ നമ്മളെ ഫ്ലൈറ്റ്. രാത്രി 10:30 ഇവിടെ നിന്ന് പോന്നിട്ട് നാട്ടിൽ ഒരു 3:50 4 മണി ആ ഒരു ടൈമിൽ എത്തുന്ന രീതിക്കായിരുന്നു കേട്ടോ നമ്മളെ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ കൊച്ചിയിലാണ് നമ്മൾ ലാൻഡ് ചെയ്യുന്നത്. റുവാനായിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം നൈറ്റ് ട്രാവൽ ചെയ്യാനാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഫുഡ് കഴിച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ രാത്രിയാകുമ്പോൾ വേഗം ഉറങ്ങിക്കോളും. ഇങ്ങനെ ബോറടിക്കുന്ന ആ ഒരു പരിപാടിയൊക്കെ കുറച്ച് കുറവായിരിക്കും. പിന്നെ ഇതാ എമിറേറ്റ്സിൻ്റെ സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസൊക്കെ വന്നു. അതും ആൾ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആൾ ലിറ്റിൽ മെർമെയ്ഡ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിലാണ് ഈ ഒരു ഇൻസ്ട്രക്ഷൻസൊക്കെ വന്നത്. അത് കുറച്ച് ദേഷ്യം പിടിച്ചെങ്കിലും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ആളത് നോക്കിയിരുന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് ടൈം പോയിരുന്നു കേട്ടോ. അത് ഇനിതാ നമ്മൾ ഫ്ലൈറ്റ് എടുക്കാൻ വേണ്ടി ടൈം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഫ്ലൈറ്റ് എടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ലൈവായിട്ട് നമ്മൾ സ്ക്രീനിൽ നമ്മൾ ഫ്ലൈറ്റ് പോകുന്നതൊക്കെ നമുക്ക് എയർ ഷോ കാണാം കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കിയിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ പുറത്തൊക്കെ നോക്കിയിരിക്കുന്നതിന് പകരം നമ്മൾ സ്ക്രീനിലൊക്കെ നോക്കിയിരിക്കാൻ രസമുണ്ടായിരുന്നു. നല്ല കംഫർട്ടബിളായിരുന്നു കേട്ടോ. യാത്ര നല്ല കംഫർട്ടബിളായിരുന്നു. ലാൻഡ് ചെയ്യുമ്പോഴാണെങ്കിലും ടേക്ക് ഓഫ് ചെയ്യുമ്പോഴാണെങ്കിലും നല്ല കംഫർട്ടബിളായിരുന്നു. പിന്നെ ഈ ഒരു സ്ക്രീനും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ റുവാനെ ഹാൻഡിൽ ചെയ്യാനും വളരെ എളുപ്പമായിരുന്നു. അവൾക്ക് ഇഷ്ടമുള്ളതൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ അത് അവൾക്ക് ബോറടിക്കുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ നല്ല കംഫർട്ടബിളായിരുന്നു ജേർണി. പിന്നെ നമുക്കിതാ റുവാക്ക് വേണ്ടിയിട്ട് കളറിംഗ് ബുക്കും പിന്നെ ഒരു സ്ലിംഗ് ബാഗും തന്നു കേട്ടോ. അത് ചിൽഡ്രൻസിന് വേണ്ടിയിട്ട് എമിറേറ്റ്സ് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ലിംഗ് ബാഗും എമിറേറ്റ്സിന് എഴുതിയിട്ടുള്ള ഒരു നോർമൽ സ്ലിംഗ് ബാഗ് നല്ല ഭംഗിയുണ്ട് കേട്ടോ, ഒരു കാഷ്വൽ പോലെ. പിന്നെ ഒരു കളറിംഗ് ബുക്കും കളേഴ്സും കാര്യങ്ങളൊക്കെ അതിൽ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു എമിറേറ്റ്സിൻ്റെ തന്നെ ഒരു തീമിൽ എയർ ഹോസ്റ്റസും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ നമ്മൾക്കുള്ള മെനു കാർഡാണ് കേട്ടോ. അത് ആദ്യം തന്നെ അവർ മെനു കാർഡ് കൊണ്ട് തന്നിരുന്നു. ഇന്ന് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ചെട്ടിനാട് ചിക്കൻ കറി പിന്നെ ഗീ റൈസ് അതൊക്കെ ആയിരുന്നു കേട്ടോ ഇന്നത്തെ നമുക്കുള്ള ഫുഡ്. പിന്നെ നമ്മളുടെ ഫോട്ടോ. ഈ ഒരു ഫോട്ടോ എനിക്ക് മിസ്സായിട്ടോ. ഞാൻ എമിറേറ്റ്സിൽ ഫ്ലൈറ്റിൽ വെച്ച് മറന്നുപോയി ഈ ഫോട്ടോ. നമുക്ക് ഫാമിലി ആയിട്ട് എടുക്കുമ്പോൾ അവർ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്ത് തന്നിരുന്നു. പക്ഷേ ഞാൻ ആ ഫ്ലൈറ്റിൽ വെച്ച് അത് മറന്നുപോയി. പക്ഷേ നല്ലൊരു ഫോട്ടോ ആയിരുന്നു, ഞാനത് മിസ് ചെയ്തു. ഇതാണ് കേട്ടോ ചൈൽഡ് മീല്. റുവാക്കുള്ള മീല് ഇതാണ്. നമ്മളുടെ മീലിനേക്കാളും ഡിഫറൻസ് ഉണ്ട് കേട്ടോ ചൈൽഡ് മീലിൽ. ഇവർക്ക് കുറച്ചും കൂടി മൈൽഡ് ഫ്ലേവേഴ്സ് ആയിട്ടുള്ള ഫുഡൊക്കെയാണ് കേട്ടോ. പക്ഷേ എനിക്ക് പേഴ്സണലി നമ്മളുടെ ഫുഡിനെക്കാട്ടിയും എനിക്ക് ചൈൽഡ് മീലാണ് കേട്ടോ കൂടുതൽ ഒന്നുകൂടെ ഇഷ്ടപ്പെട്ടത്. നമ്മളുടെ ഒരു തമിഴ് ടേസ്റ്റ് ആയിരുന്നു കൂടുതലും. മലയാളി ഒരു കേരള ടേസ്റ്റിനെക്കാട്ടി ഒരു തമിഴ് ടേസ്റ്റ് ആയിരുന്നു കൂടുതൽ എനിക്ക് തോന്നിയത്. പക്ഷേ ചൈൽഡ് മീലിൽ അടിപൊളിയായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാനും കഴിച്ചായിരുന്നു കുറച്ച്. നല്ല അടിപൊളി ഫുഡായിരുന്നു. ചിക്കനും ഫ്രൈഡ് റൈസും പിന്നെ ബിസ്ക്കറ്റ് പിന്നെ പാസ്ത ബണ്ണ് പിന്നെ ജ്യൂസ് ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ കേക്ക് നല്ല അടിപൊളി കേക്കായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എനിക്ക് മാത്രമല്ല റുവാക്കും നല്ലപോലെ ഇഷ്ടപ്പെട്ടിരുന്നു കേട്ടോ ഫുഡ്. അവൾ നന്നായി കഴിച്ചു. പിന്നെ ഇതാണ് കേട്ടോ നമ്മളുടെ ഫുഡ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു മെനുവിലുള്ള അതേ ഫുഡായിരുന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു, TV ഒക്കെ കണ്ടു. പിന്നെ നമ്മൾ കൊച്ചെത്തിയത് അറിഞ്ഞല്ല കേട്ടോ.